കാർഷിക കോളേജ് വെള്ളായണിയിലുള്ള കാർഷിക കോളേജിലാണ് BScയും MScയും കംപ്ലീറ്റ് ചെയ്തത്. എൻ്റെ വീട് ശരിക്കും ആലപ്പുഴയിൽ കായംകുളത്താണ്. ഇപ്പം ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഇവിടെ കോളേജ് പിന്നീട് ഞാൻ സർവീസിലിരുന്നുകൊണ്ട് തന്നെയാണ് PhD ചെയ്തതും. എൻ്റെ ഏതാണ്ട് ഇപ്പോഴത്തെ ഇപ്പം ഞാൻ 31 വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ 31 വർഷവും ഞാൻ ഏകദേശം തോട്ട സുഗന്ധവിളകളുടെ ആ വിഭാഗത്തിലാണ് കൂടുതലായിട്ടും ജോലി ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 2013 മുതലാണ് ഞാൻ കൊക്കോയിലായിട്ട് കൂടുതലും അതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് മാറുന്നത്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ഒരു ഗവേഷണ പദ്ധതി, അതും ദീർഘകാലത്തെ ഒരു 36 വർഷത്തോളമായി നിലനിൽക്കുന്ന ഒരു ഗവേഷണ പദ്ധതിയാണ് ഈ ഗവേഷണ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ഇതുകൂടാതെ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്, സർവകലാശാലയുടെയും വിവിധ ഗവൺമെൻറ് ഏജൻസി, സെൻട്രൽ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഫണ്ടിങ് ഏജൻസികളുടെ ഫണ്ടുമുണ്ട്. അപ്പം പ്രധാനമായിട്ടും പക്ഷേ നമുക്ക് ഈ കാഡ്ബറി ഇപ്പോൾ അത് മൊണ്ടലസ് എന്ന കമ്പനിയാണെങ്കിലും അവരുമായിട്ടുള്ള ഒരു സഹകരണ പദ്ധതിയിലൂടെയാണ് നമ്മൾ പ്രധാനമായി ഇതിന് വേണ്ടിയിട്ടുള്ള ജനിതക ശേഖരം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കൊക്കോയുടെ പ്രധാനമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ആമസോൺ വനാന്തരങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം. അതിനുശേഷം അവിടെ നിന്ന് ഇത് ഏറ്റവും കൂടുതലും ഇപ്പം കൃഷി ചെയ്യുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. അപ്പോൾ ഈ പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇതിൽ ഭയങ്കര പലതരത്തിലുള്ള രോഗകീടങ്ങൾ, അതായത് വൈറസ് ഉൾപ്പെടെയുള്ള രോഗങ്ങളുണ്ട്. അപ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനായിട്ട് നമ്മുടെ റീഡിംഗ് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഇൻ്റർമീഡിയറി ക്വാറൻറ്റൈൻ ഫെസിലിറ്റി ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഈ ജനിതക ശേഖരങ്ങളൊക്കെ ഉള്ളത്. അവിടുത്തെ ഡേറ്റാബേസ് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ജനിതക ശേഖരത്തിലുള്ള ഇവിടെ തുടക്കം മുതൽ പ്രവർത്തിച്ചിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ എല്ലാം സംഭാവനകൾ വലിയ തോതിലുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നമ്മൾ 15 അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ ഇപ്പം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കതിൻ്റെ നടീൽ വസ്തുക്കൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ തോട്ടങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു വർഷം 30 ലക്ഷം തൈകൾ വരെ ഉൽപ്പാദിപ്പിച്ച് നൽകാൻ തക്ക വിധത്തിലുള്ള കായകൾ നമുക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള തോട്ടങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ കാഡ്ബറിയുമായിട്ടുള്ള സഹകരണത്തിലൂടെയാണ് നമ്മൾ ഈ തൈകൾ കർഷകരുടെ തോട്ടങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കശുമാവ് കൊക്കോ വികസന ഡയറക്ടറേറ്റുമായിട്ട് ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടും സംസ്കരണവുമായി ബന്ധപ്പെട്ടും അതിനൊരു ഭാവിയിൽ കർഷകർക്ക് നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു വിള എന്നുള്ള രീതിയിൽ കൊക്കോയെ കാണാം. അതിന് കൃഷിക്കും അടുത്ത കാലത്തൊന്നും എന്തായാലും വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും വില ഇടയ്ക്ക് കൂടുകയും കുറയും ഒക്കെ ചെയ്താൽ പോലും അത്യാവശ്യം നമുക്കൊരു നല്ല വില എപ്പോഴും കൊക്കോയ്ക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായി കൊക്കോ കൃഷിയിലേക്ക് ഇറങ്ങാമെന്നാണ് എനിക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. ഡോക്ടർ മിനിമോൾ JS. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിലാണ്. 2002 ഞാൻ സർവീസിൽ കയറി. 2008 കൊക്കോ ഗവേഷണ കേന്ദ്രത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം 14 വർഷമായി ഇവിടെ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 5 ഹൈബ്രിഡ്സ് ഞാൻ പ്രിൻസിപ്പൽ ബ്രീഡറായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ CCRP 15 എന്നുള്ള ഹൈബ്രിഡ് വാസ്കുലർ സ്ട്രീറ്റ് ഡിസീസിന് കംപ്ലീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 6 ഹൈബ്രിഡ്സും കൂടി പൈപ്പ് ലൈനിലുണ്ട്, മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ തന്നെ കൊക്കോ പ്രോസസ്സിംഗ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പല സംരംഭകരും ഇപ്പോൾ കൊക്കോ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ കൊക്കോ കൃഷിയെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചുമുള്ള റെഗുലറായിട്ടുള്ള ട്രെയിനിങ് യൂണിവേഴ്സിറ്റിയിൽ കൊക്കോ റിസർച്ച് സെൻറ്റർ നൽകി വരുന്നുണ്ട്. അത് നമ്മൾ ജില്ലാതല സെമിനാറുകളും അതാത് ജില്ലകളിൽ പോയിട്ടും അല്ലെങ്കിൽ സ്റ്റേഷനിൽ തന്നെയും നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൊക്കോ ഗവേഷണ കേന്ദ്രം എന്നുള്ള വെബ്സൈറ്റിൽ അതാത് കാലഘട്ടങ്ങളിൽ ലഭ്യമാവുന്നതാണ്. വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ കേന്ദ്രത്തെ വിളിച്ച് നിങ്ങളുടെ നമ്പർ ഇവിടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ് ഉള്ള സമയത്ത് നിങ്ങളെ കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു വിളിച്ച്
ട്രെയിനിങ് ഉള്ളതായിട്ട് അറിയിക്കുകയും ചെയ്യും. ഏക്കറോളം ഗവേഷണ അടിസ്ഥാനത്തിലുള്ള തോട്ടം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൊക്കോയ്ക്കായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പല ഗവേഷണ പദ്ധതിയുടെ ഫലമായി വികസിപ്പിച്ചെടുത്ത ഹൈബ്രിഡുകളും അവയുടെ മാതൃപിതൃ വൃക്ഷങ്ങളും മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നുണ്ട്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന പിതൃ വൃക്ഷങ്ങൾ തമ്മിൽ ആർട്ടിഫിഷ്യലായിട്ട് പരാഗണം നടത്തിയാണ് നമ്മൾ പുതിയ ഇനം ഹൈബ്രിഡുകളെ ഉരുത്തിരിച്ചെടുക്കുന്നത്. ഇവയെ ഫീൽഡിൽ നട്ട് അവരുടെ വളർച്ചയും അവരുടെ കായ്പിടുത്തവും രോഗപ്രതിരോധ ശേഷിയും എല്ലാം വിലയിരുത്തിയതിന് ശേഷമാണ് നമ്മളൊരു ഹൈബ്രിഡിനെ റിലീസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 15 വർഷത്തോളം സമയമെടുക്കുന്നു. അതായത് ഒരു മാതൃപിതൃ വൃക്ഷത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് തൊട്ട് ഒരു ഹൈബ്രിഡ് കർഷകനിൽ എത്തിക്കുന്നത് വരെ ഒരു 15 വർഷത്തോളം ഗവേഷണം അതിൻ്റെ പുറകിലായിട്ട് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പങ്കെടുക്കുമ്പോൾ കർഷകർക്ക് വളരെ സന്തോഷമുള്ള അവസ്ഥ കാണുന്നു. കൊക്കോയുടെ വില വളരെയധികം വർദ്ധിച്ചു എന്നുള്ള പേരുമായിട്ട് നമുക്കറിയാം. ഇവിടെ ഡോക്ടർ വിക്രമൻ നായരുടെ പേര് പറയുന്നത് അദ്ദേഹമാണ് ഗവേഷണവും അതുപോലെ തന്നെ ഇതിന്റെ വ്യാപ്തിയൊക്കെ വളരെ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് വളരെ പെട്ടെന്ന് വിലയിടുന്ന് പോയി തെങ്ങ് തോട്ടത്തിൽ നിന്നും വൈൻതോണി കർഷകർ വെട്ടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അത് കുറച്ച് സ്റ്റെബിലൈസ് ചെയ്തു. പിന്നീടാണ് കാഡ്ബറി ഇവിടെ ധനസഹായത്തോടുകൂടി ഇവിടെയൊക്കെ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം ചെടി വെച്ച് അപ്പൊ അതില് പിന്നീട് ഗവേഷകരായിട്ട് വന്നത് ഈ മല്ലിക ടീച്ചറും ഇവിടെ എത്തിയിട്ടില്ല. പ്രസന്നകുമാരി ടീച്ചർ പറയുക പ്രസന്നകുമാരി ടീച്ചറും ഞാൻ ഇവിടെ ഈ സ്ഥാപനം അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പിന്നീടാണ് നമ്മൾ പ്രൊഡക്റ്റ് സൈഡിലേക്കൊക്കെ പോയത്. എന്തായാലും നേട്ടങ്ങളുടെ ഒരു കഥ മാത്രമേ പറയാമെന്ന് ഞാൻ പറയുണ്ടായി. ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ അസിസ്റ്റന്റ് വാർഡിന്റെ ഹോർട്ടിക്കൾച്ചർ കോളേജ് ഡീനിന്റെയും 2 അസിസ്റ്റന്റ് വാർഡൻസിന്റെയും താമസ സ്ഥലത്തിനും കോട്ടേഴ്സുകളാണ്. അവരിവിടെ താമസിക്കാതായി അവർ നശിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെ നമ്മൾ മാറ്റിയതാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിംഗ് പുതുതായിട്ട് ഉണ്ടാക്കി. For Cocoa in India and the leadership of this institution is very, very important. This opportunity. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്താൽ നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.
സഭയിൽ മുഖ്യപ്രഭാഷണം നടത്താനായി ലഭിച്ചിരിക്കുന്ന ഈ അവസരം ഞാൻ വളരെ അഭിമാനപൂർവ്വത്തോടെയാണ് കാണുന്നത്. നമുക്കറിയാം, കാർഷിക രംഗത്ത് ഇന്നും പ്രതിസന്ധിയുടെ വാർത്തകൾ മാത്രമേ നമുക്ക് അതിനിടയിലുള്ള ചില രചനരേഖകൾ ഉണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ പുറത്തു വരുന്നു. ഇപ്പൊ തോട്ടവിളകൾ, പ്രത്യേകിച്ച് തോട്ടവിള ഗവേഷണത്തിലും ഒക്കെ മുഴുകിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹ്രസ്വകാല വിളകളേക്കാൾ ഏറെ ശ്രമകരമാണ് തോട്ടവിളകളിലുള്ള ഗവേഷണം. കാരണം അതില് ഒരിനം പുറത്തിറക്കാനോ അതിലൊരു ശുപാർശ നൽകാനോ വളരെയേറെ കാലതാമസമാണ്. ആ കാലതാമസങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് ഇന്ത്യയിലെ കർഷക സമൂഹത്തിന്, ഞാൻ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ കർഷക സമൂഹത്തിന് ഏറ്റവും മികച്ച സംഭാവന ചെയ്യാനാണ് ഈ കൊക്കോ ഗവേഷണ കേന്ദ്രത്തിന് സാധിച്ചത്. റബ്ബറിനിടയിൽ ഇടവേളയായിട്ട് കൊക്കോ കൃഷി ചെയ്യണം. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കർഷകർക്ക് ഒരു അഡീഷണൽ വരുമാനം, അത് മാത്രമല്ല നമ്മുടെ ആ ഒരു തോപ്പിന്, ആ പുരയിടത്തിന് ജൈവവളം കൂടാനും അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് അതൊരു മികച്ച മുതൽമുടക്കായി മാറുകയും ആ രീതിയിൽ കർഷകന് വേണ്ട ഒരു സന്ദേശം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഈ കൊക്കോ ഡേയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശവും അത് തന്നെയാണ്. അതായത് ഈ മികച്ച ഗവേഷണ ഫലങ്ങൾ ഈ സെന്ററിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റു തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ടുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇതുകൂടാതെ നോർത്ത് ഈസ്റ്റിലടക്കം ഇപ്പോൾ കൊക്കോ പ്രചരിപ്പിക്കുകയാണ്. അവിടങ്ങളിലെല്ലാം തന്നെ കാർഷിക സർവകലാശാലയുടെ മണിക്കൂർ ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ മികച്ച ഇനങ്ങൾ എല്ലാ സ്ഥലത്തും കർഷകർക്ക് ഗുണമായിട്ടുള്ള രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ ഇടവരട്ടെ. അതിനുള്ള എല്ലാവിധത്തിലുള്ള പ്രയത്നങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്നതിന് നന്ദി പറഞ്ഞതുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കർഷക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളൊക്കെ നമുക്കറിയാം, പ്രധാനമായിട്ടും 4 സംസ്ഥാനങ്ങളിലാണ് ഇതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം. ഏകദേശം 36% ഉത്പാദിപ്പിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് നമ്മുടേത്. ഏകദേശം ഒരു 12,000 മെട്രിക് ടണ്ണോളം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഉത്പാദനം നമ്മുടെ സംസ്ഥാനത്ത് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു നമ്മുടെ കൊക്കോ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന ഈ സ്ഥാപനമാണ്. നമുക്കറിയാം, ഇത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഏകദേശം 30,000 മെട്രിക് ടണ്ണാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. അതിനും കാരണമായിട്ടുള്ളത് ഈ കൊക്കോ ഗവേഷണ കേന്ദ്രം തന്നെയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ ഗവേഷണ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള 15 ഇനം വെറൈറ്റി കൊക്കോ ഇനങ്ങളുണ്ട്. ഈ കൊക്കോ ഇനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഇപ്പോ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും പൊതുകൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കീട നിയന്ത്രണ പ്രതിരോധ ശേഷിയുള്ള വെറൈറ്റികളാണ് നമ്മൾ ഇന്ന് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായിട്ടും CCRP എന്നതിനുള്ള വെറൈറ്റികൾ നമ്മളവിടെ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരുപാട് സഹായങ്ങള് ഈ കൊക്കോ ഗവേഷണ കേന്ദ്രത്തെ പോലെ തന്നെ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായിട്ടുള്ള കശുമാവ് കൊക്കോ വികസന ഡയറക്ടറേറ്റ് ചെയ്തു വരുന്നു. അതുപോലെ കർഷകരിലേക്ക് എത്തിക്കുമ്പോൾ എങ്ങനെയാണ് ശാസ്ത്രീയ കൃഷി രീതികൾ നമ്മൾ അവലംബിക്കേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ കർഷകർക്ക് ഉണ്ടാവാറുണ്ട്. അതിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഗവേഷണ കേന്ദ്രം. അതിന് ഒരുപാട് സാമ്പത്തിക സഹായം ഈ കൊക്കോ ഡയറക്ടറേറ്റ് സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊക്കോ പുതുകൃഷി എടുക്കുകയാണെങ്കിൽ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇടുക്കി, ഇപ്പോ പാലക്കാടിന്റെ ചില മലയോര പ്രദേശങ്ങളിൽ, അതുപോലെ കണ്ണൂര്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം അങ്ങനെയുള്ള ജില്ലകളിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കൊക്കോ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ ഒഴിവാക്കി നമ്മൾ കൃത്യമായി പ്രതിരോധിച്ചു പ്രധാനപ്പെട്ട രോഗമാണ് വാസ്കുലർ സ്ട്രീറ്റ് ഡൈബാക്ക്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഈ CCRPയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പല വെറൈറ്റികളും അതിന് പ്രതിരോധ ശേഷിയുള്ളതാണെങ്കിൽ തന്നെ പല സ്ഥലങ്ങളിലും അതിന്റെ കൃത്യമായുള്ള സോഴ്സ് നമുക്കറിയില്ല.
പല സ്ഥലങ്ങളിൽ നിന്നും VST ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന പല കർഷകരും പറയുന്നുണ്ട്. അപ്പോൾ അത് CPCRA പോലുള്ള സ്ഥാപനങ്ങളും അത്തരം കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളൊരു ഗവേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഘടകമായിട്ട് അതിന്റെ സോഴ്സ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഗവേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് അതിന് ഉൾപ്പെടുത്തണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അത്യധികം ഭാഗ്യവാനായിട്ടാണ് ഈ റിസർച്ചിനെ കുറിച്ച് കൂടുതൽ മേഖലയെ കുറിച്ച് കൂടുതൽ പറയുന്നതിൽ എല്ലാവരും പറഞ്ഞു. എങ്കിലും ഇനി മുന്നോട്ടുള്ള ഗവേഷണത്തിന് എല്ലാവിധ ആശംസകളും കമ്പനിയുടെ പേരിൽ അർപ്പിക്കുന്നു. കാർഷിക സർവകലാശാലയിൽ വളരെ മുൻപ് തന്നെ ഒരു പബ്ലിക് പ്രൈവറ്റ് പ്രോജക്റ്റ് എന്നുള്ള മോഡൽ അവതരിപ്പിക്കുന്ന കാര്യം അക്ഷയയുടെ പ്രതിപാദിക്കുകയുണ്ടായി. കേരളത്തില് തന്നെയല്ല, ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യത്തെ ഒരു പ്രോജക്റ്റായിരിക്കും മൾട്ടിനാഷണൽ കമ്പനിയായിട്ടുള്ള താല്പര്യമായിട്ടുള്ള ഒരു കാർഷിക സർവകലാശാലയിലെ ഒരു ചെറിയൊരു ഗവേഷണ കേന്ദ്രത്തിൽ ഇത്തരമൊരു പ്രോജക്റ്റ് നടത്തുന്നു എന്നുള്ളത് അധികം പേര് അറിയാതിരുന്ന ഒരു കാര്യമായിരുന്നു അടുത്ത കാലത്ത് വരെ. അതിപ്പോഴും അത് അന്ന് തുടങ്ങിയെന്നുള്ളത് മാത്രമല്ല, അതിപ്പോഴും വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു എന്നുള്ളത് വളരെ അഭിമാനം തരുന്ന കാര്യമാണ്. അതിൽ നിന്ന് തന്നെ കേരളത്തിലെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലും ഒക്കെ വ്യാപിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുവാൻ വേണ്ടി ഈ കേന്ദ്രത്തിന് കഴിഞ്ഞു. കൊക്കോ എന്നുള്ള ചെടിയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ പ്രതിരോധ ശക്തി കിട്ടുന്നതിനുമുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, അതിലുള്ള രീതിയിൽ മറ്റു ഒട്ടേറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാനുള്ള പ്രതിരോധം കൂടി നടത്തേണ്ട ഒരു അവസ്ഥ അന്നത്തെ ശാസ്ത്രജ്ഞർക്ക് ഉണ്ടായി എന്നുള്ളത് പറയേണ്ടി വരികയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഈ കമ്പനിയുമായിട്ടുള്ള കരാർ പുതുക്കുന്ന സമയത്തൊക്കെ അതിനെ ഒട്ടേറെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനെല്ലാം മറികടക്കാനും ആ കരാർ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈ ഗവേഷണ പദ്ധതികളെല്ലാം പോകാൻ കഴിഞ്ഞു. ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്ക് പ്രത്യേകം അഭിമാനിക്കാവുന്ന കാര്യമാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റു കൊക്കോ കർഷകർക്കും അത് വളരെയധികം പ്രയോജനം നൽകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രചരിപ്പിക്കുന്നതിനും അതിന് കർഷകർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് തിരിച്ചറിഞ്ഞ് കർഷകരോടൊപ്പം ചേരുന്നതിനും നമ്മുടെ കേരള കാർഷിക സർവകലാശാലയിലെ ഈ കൊക്കോ ഗവേഷണ കേന്ദ്രം ഏറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിച്ച രീതിയിലാണ് ഈ ഗവേഷണ കേന്ദ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് ഒത്തിരി കാര്യങ്ങളുണ്ട്. പുതിയ പുതിയ ഇനങ്ങള് 15ഓളം ഇനങ്ങൾ ഇവിടെ നിന്ന് തന്നെ റിലീസ് ചെയ്തത് ഓൾ ഇന്ത്യ തലത്തില് അത് ഉപയോഗിച്ചു വരുന്നു എന്ന് സാർമാർ പറയുണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, എപ്പോഴും സോണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്റർഫേസ് പട്ടാമ്പിയിൽ വെച്ച് നടത്തുമ്പോൾ മിനി ടീച്ചറും സുമ ടീച്ചറും ഒക്കെ പുതിയ ഇനങ്ങളുമായിട്ട് എല്ലാ ZREAC വർക്ക്ഷോപ്പുകളിൽ വരാറുണ്ട്. അങ്ങനെ ഒത്തിരി പുതിയ വെറൈറ്റീസ് എന്നതിലുപരി വിള പരിപാലന മാർഗങ്ങള്, രോഗനിയന്ത്രണ മാർഗങ്ങള്, അതിലുപരി സംസ്കരണത്തിന് കൊക്കോ ബീൻസ് സംസ്കരിച്ച് ചോക്ലേറ്റ് ആകുന്നതിന് വേണ്ടിയുള്ള വിവിധ സംസ്കരണ മാർഗങ്ങൾ രൂപീകരിക്കുന്നതിന് പുതിയ പ്രൊഡക്ട്സ് നമ്മൾ അതിന്റെ ടേസ്റ്റ് ഇപ്പൊ തന്നെ കഴിച്ച് മനസ്സിലാക്കേണ്ട. ഇവിടെ ഈ കൊക്കോയുടെ ആഘോഷിക്കാൻ കാരണമായിട്ടുള്ള കാഡ്ബറി, അതുപോലെ ഇതിന്റെ സംരക്ഷകരായ പ്രൊഫസർ ടീച്ചർ, ഇവിടുത്തെ ജീവനക്കാർ, അതുപോലെ തൊഴിലാളികൾ, മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും അതിൽ നിന്ന് ഞാൻ നമസ്കാരം അറിയിക്കുന്നു. ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ കർഷകർക്ക് അർഹമായിട്ടുള്ളൊരു ആദരം, അത് ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. കാരണം
ഈ കർഷകരില്ലെങ്കിൽ ഈ കർഷകരുള്ളത് കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നം ഇടയ്ക്ക് വന്ന് വാങ്ങിച്ചു പോകാറുണ്ട്, കഴിക്കാറുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന സെയിൽസ് സെന്ററുകളിൽ തന്നെ ഒന്നും വിൽക്കാറില്ല. പ്രധാനമായി പറയാനുള്ളത് ഇവിടെയുള്ള അധികാരികളോട്, പ്രത്യേകിച്ച് ഈ വേളയിൽ പറയാനുള്ളത്, ഇവിടെ ഓരോന്നും കേരളത്തിനും ലോകത്തിനും ഇന്ത്യയിലും പല ഭാഗങ്ങളിൽ എത്തേണ്ടതാണ്. അത് എത്തിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എത്തിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇവിടെയുള്ള അധികാരികളാണ്. അതിന് ശ്രമിക്കേണ്ടത്. നമ്മുടെ സുരേഷ് സാർ പറയുണ്ടായി, വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ കൊക്കോ ഗവേഷണ കേന്ദ്രം പോയത്. അതിന് താങ്ങും തണലുമായി നിന്ന് ഗവേഷകർ ശ്രമിച്ചു വരുന്നത് ആ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് തള്ളിവിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ആ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിന് താങ്ങും തണലമായി നിന്നത് എന്ന് പറയുന്നത് ഈ കാൻബറയാണ്. ഇന്നും ഈ കാൻബറയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ ഈ പ്രത്യേകിച്ച് ഈ കൊക്കോഡയിൽ പറയാനുള്ളത്, ഇവിടെയുള്ള ഗവേഷകരോടും അധികാരികളോടും പറയാനുള്ളത്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നവും ഈ പറഞ്ഞ കർഷകരിലും ജനങ്ങളിലും ജനസമൂഹങ്ങളിൽ എത്തിക്കേണ്ട ചുമതല നമ്മൾക്കുണ്ട്. അത് എത്തിക്കാനുള്ള പരിശ്രമം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കൊക്കോഡെ ആഘോഷിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ ഇതിനു വേണ്ടി പരിശ്രമിച്ച മുഴുവൻ ജീവനക്കാർക്കും, അതുപോലെ നമ്മുടെ ഗവേഷകർ, തൊഴിലാളികൾ എല്ലാവർക്കും കൂടെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏത് സമയത്തും ആർക്കും ഈ ഗവേഷണ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളുടെ ഓഫീസ് നമ്പർ 0487 243 8451.